ദിസ് ഈസ് നോട്ട് മൈ ഡേ ഇൻ മൈ ലൈഫ്. ബട്ട് ഒരുപാട് നാൾ കൂടുമ്പോൾ ഞാനും അമ്മയും കൂടെ ഷോപ്പിങ്ങിന് ഇറങ്ങും കേട്ടോ. വേറെ ഒരിടത്തോട്ടും അല്ല, നമ്മുടെ ലുലുവിലോട്ട് തന്നെ. അവിടെ പോയി സകലമാന കടയിലും കയറി സാധനങ്ങൾ മേടിക്കലാണ് എൻ്റെ അമ്മയുടെയും പരിപാടി. ഇപ്പോൾ ദാ ഫുഡ് കഴിക്കാനായിട്ട് ഫുഡ് കോർട്ടിലോട്ട് പോയി നിൽക്കുക കേട്ടോ. അവിടെ നിന്ന് നേരെ എനിക്കൊരു ലിപ്സ്റ്റിക്ക് മേടിക്കാൻ പോകണമായിരുന്നു. നേരെ ഞാൻ മേബിലിൻ്റെ ഷോപ്പിലോട്ട് കയറി ഇതങ്ങ് പോകും. ദെൻ അമ്മയ്ക്കൊരു കമ്മൽ മേടിക്കണുണ്ടായിരുന്നു, കമ്മൽ മേടിച്ചു. പിന്നെ എനിക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കണമായിരുന്നു. അതിൻ്റെ ഇടയിൽ എൻ്റെ ലിപ്സ്റ്റിക്ക് പാക്ക് ചെയ്തപ്പോൾ വേറെ ആരോ എടുത്തിട്ട് പോയി. അതിൻ്റെ കുറച്ച് ക്ലാഷ് ആയിട്ട് ഞാനും അമ്മയും ടെൻഷൻ അടിച്ച് അവിടെ ഇരിക്കുമായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ കിട്ടുമോ ഇല്ലയോ എന്നുള്ള ടെൻഷനിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ലാസ്റ്റ് സാധനം എൻ്റെ കയ്യിൽ കിട്ടി. ആ വിഷമം തീർക്കാൻ വേണ്ടി ഒന്നും കൂടെ ഞാൻ ഫുഡ് കോർട്ടിലോട്ട് പോയി. വലിയ വിശപ്പില്ലാത്തതുകൊണ്ട് ഞാനും അമ്മയും ചായയും കടിയാട്ടോ പറഞ്ഞത്. അവിടുന്ന് നേരെ ഹൈപ്പറിലോട്ട് പോയി. അവിടെ ചെന്നിട്ട് കൈ കിട്ടിയ നല്ല നല്ല വെജീസും ഫ്രൂട്ട്സൊക്കെ പെറുക്കി എടുക്കുന്നുണ്ടായിരുന്നു. ബേസിക്കലി ഈ ഫ്രൂട്ട്സും വെജീസൊക്കെ എടുക്കുന്നത് ഡയറ്റിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷെ ദൈവം സഹായിച്ച് ഡയറ്റ് ഒന്നും നോക്കാൻ പറ്റുന്നില്ല. ഫുഡ് കാണുമ്പോഴേ കൺട്രോൾ പോവുക. പിന്നെ ഈ മേടിക്കുന്ന സ്വീറ്റ് ഐറ്റംസ് ഒന്നും എനിക്കല്ല, അമ്മയ്ക്കാണ്. അമ്മയാണ് സ്വീറ്റ് അഡിക്റ്റ്. എനിക്കൊന്നും ഇഷ്ടമേ അല്ല. ഇതെന്തോ കുനാഫയോ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഇട്ട് തരുന്നുണ്ട്. അങ്ങനെ മേടിച്ച സാധനങ്ങളെല്ലാം ബില്ല് ചെയ്യാൻ കൊണ്ട് കൊടുത്തു. ഈ കാണുന്ന ഈ അഗസ്തിപ്പൂവില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അങ്ങനെ അവിടെ നിന്നെല്ലാം പാക്ക് ചെയ്തു. നേരെ മാക്സിലോട്ട് പോയട്ടോ. സംഭവം ഞാനും അമ്മയും കാണാൻ കയറിയതാണെങ്കിലും കൈ കിട്ടി ഈ 2 സെറ്റ് കമ്മലും കുറച്ച് ഡ്രസ്സും എടുത്ത് ഞാനും അമ്മയും അങ്ങ് ഇറങ്ങി. പോകുന്ന വഴി പ്രതീക്ഷിക്കാതെ വണ്ടി ഒരു പണി തന്നു. പിന്നെ മെക്കാനിക്കിനെയൊക്കെ വിളിച്ചിട്ട് നല്ല ലേറ്റ് ആയിട്ടോ വീട്ടിൽ പോയത്. എന്നിട്ട് വണ്ടി മെക്കാനിക്കിന് കൊടുത്തിട്ട് ഞാനും അമ്മ ഇതാ വീട്ടിൽ പോയാട്ടോ. അപ്പോൾ ശരി എന്നാൽ.